പ്രിയരെ, അനുഗ്രഹമുള്ള ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളോർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ക്രിസ്തു ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതാണ്. ഒരു ദിവസം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒരു അന്ധനായ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കാൻ വരുമ്പോൾ ക്രിസ്തു അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, ഇപ്പോൾ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ ഞാൻ മരങ്ങൾ പോലെയാണ് കാണുന്നത്. രണ്ടാമതൊരു പ്രാവശ്യം കൂടെ ക്രിസ്തു അവൻ്റെ കണ്ണുകളെ സ്പർശിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എല്ലാം നന്നായി കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ വേണ്ടത് രണ്ടാമത് ഒരു സ്പർശനമാണ്. കാരണം നമ്മൾ പലപ്പോഴും മനുഷ്യനെ മരങ്ങൾ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഹൈഡഗർ എന്ന് പറയുന്നൊരു ഫിലോസഫറുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഐ ഇറ്റ് റിലേഷൻ, ഐ ദൗ റിലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഐ ഇറ്റ് റിലേഷൻ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും നമ്മൾ മറ്റീരിയലായിട്ട് കാണുക, ഉപയോഗിക്കേണ്ടവരായിട്ട് മാത്രം കണക്കാക്കുക, ഉപയോഗം കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുക. എന്നാൽ വേറൊരു ബന്ധമുണ്ട്. കൺമുമ്പിൽ കടന്നു വരുന്ന ഏതൊരു മനുഷ്യൻ്റെ കണ്ണുകൾക്കകത്ത് ജ്വലിച്ചു നിൽക്കുന്ന ദൈവഭാവത്തെ തിരിച്ചറിയുക. എന്നിട്ട് ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ ആ വ്യക്തികളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ഇതാണ് ഐ ദൗ റിലേഷൻ. നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് വേണ്ടത് രണ്ടാമത്തെ സ്പർശനമാണ്. കാരണം നിന്റെ കാഴ്ചകൾക്കകത്ത് നീ മനുഷ്യനെ മരങ്ങൾ പോലെ കാണുന്ന ഒരാളാണെങ്കിൽ നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളെ മുഴുവൻ നീ ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കും. നിനക്കൊരിക്കലും ഒരു വ്യക്തിയോട് നിനക്ക് ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. പിന്നെ സകല മനുഷ്യരെ നിനക്ക് ഉപയോഗിക്കുവാനുള്ള കണ്ണോടുകൂടെ മാത്രമേ നീ ബന്ധങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് വരികയുള്ളൂ. അത് സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതത്തെ തളർത്തുകയും നിങ്ങൾ അപജയമുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് കൺമുമ്പിലേക്ക് കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും, അത് നിന്റെ ജീവിതം പങ്കുവയ്ക്കുന്ന പങ്കാളിയും, ജന്മം നൽകിയ മാതാപിതാക്കളും, ഉദരം പങ്കുവച്ച് പുറത്തു വന്ന സഹോദരങ്ങളും, നിന്റെ ചോരയിൽ നിന്ന് രൂപപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങളും, നിന്റെ ചുറ്റുപാടുകളിൽ നിന്നോടൊപ്പം ജീവിക്കുന്ന സഹവാസികളുമെല്ലാം കണ്ണുകൾക്കകത്ത് ദൈവം ഉറങ്ങുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾക്കകത്ത് ഉറങ്ങുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവരൂപത്തിൽ എല്ലാവരോടും സ്നേഹവും സമാനതയും ബഹുമാനവും പുലർത്തിക്കൊണ്ട് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ നിന്നോളം സുവിശേഷം വിശുദ്ധിയോടെ പ്രസംഗിക്കുന്ന മറ്റൊരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് മനുഷ്യനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ബന്ധങ്ങൾ കൊണ്ട് നടക്കേണ്ടത്. മനുഷ്യനെ സ്നേഹിക്കാനും പരിലാളിക്കാനും വേണ്ടി സകല പ്രവൃത്തികളും രൂപീകരിക്കുന്നവനാണ് യഥാർത്ഥ അനുഗ്രഹമുള്ള മനുഷ്യൻ. നമുക്കൊന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മേലുണ്ടാകണമേ. ഈ പ്രഭാതം അനുഗ്രഹമാകണമേ. ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ബന്ധങ്ങൾ, സ്നേഹിക്കാനും ദൈവഭാവം തിരിച്ചറിയാനും അതിനൂടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുത്താനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.